പ്രേക്ഷകർക്കും നമസ്കാരം. Laughing makes a life better എന്നാണ് പറയുന്നത്. So let's laugh and make a life better and beautiful. ഒരുപാട് ചിരി നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് Once Upon a Time version 2.0 ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഷോയിലേക്ക് നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം രമേശ് പിഷാരടി. വെൽക്കം രമേശ് ഏട്ടാ. Our special guest, the very beautiful Mia. Welcome Mia. ആദ്യത്തെ സ്റ്റാൻഡപ്പ് പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. We have Anil Papa. Let's welcome stand-up comedian Anil Papa to this floor. Anil Papa. ചേട്ടൻ എവിടുന്നാ വരുന്നേ? ഞാൻ എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിക്കടുത്ത് പെരുമ്പിള്ളി. ഓക്കെ, ഈ പാപ്പ എന്താണ്? പാപ്പ എന്ന് വെച്ചാൽ ഈ അനിൽ എന്നുള്ളൊരു കോമൺ നെയിം ആണല്ലോ. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് അനിൽമാരുണ്ടേ. അപ്പൊ എന്തോ എന്റെ സൈസ് കണ്ടിട്ടാണോ അതോ ക്യൂട്ട്നെസ്സിനാണോ എന്തോ നാട്ടുകാരെന്നെ പാപ്പ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ അനിലിന്റെ കൂടെ അതും കൂടെ കിടന്നോട്ടെന്ന് വെച്ചു. അങ്ങനെ അനിൽ പാപ്പ എന്നാണ് എന്നെ അറിയാം. അനിൽ പാപ്പ. അതെ, സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസ് മുൻപ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഇത് ആദ്യമായിട്ടാണ്. മിമിക്രി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സുഹൃത്തുക്കളുടെ ഒക്കെ ഇടയിൽ താരമാണോ കോമഡി ഒക്കെ അടിച്ചിട്ട്? ഞാൻ മിമിക്രി ചെയ്യാറുണ്ട്, പിന്നെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എഴുതും, കവിതകളൊക്കെ എഴുതാറുണ്ട്. കവിയാണ്. ഏതാണ് ഒരു കവിത? കവിത ഞാൻ എഴുതിയത് പ്രളയത്തെ കുറിച്ച് വൈറലായ ഒരു കവിത ഉണ്ട്. സാറാ സജാദ് എന്ന് പറഞ്ഞൊരു കുട്ടി പാടിയത്. സോഷ്യൽ മീഡിയയിൽ വേണ്ട 1.5 കോടിക്ക് അടുത്ത് ആളുകൾ. നമ്മൾ എഴുതിയതാണ്. ഞാൻ എഴുതിയതാ. 4 വരി പാടിയിട്ട് തുടങ്ങിയാലോ? എനിക്ക് പാടാൻ അറിയില്ല, എങ്കിലും അതിന്റെ പറഞ്ഞാൽ മതി. മല ചുരത്തിയ നീരുറവകൾ അണകൾ കെട്ടിയടച്ചു നാം, പുഴയൊഴുകിയ വഴികളൊക്കെയും അതിരു കല്ലുകൾ പാകി നാം, കുന്നിടിച്ചു നിരത്തി നാം പുഴകളൊക്കെ നികത്തി നാം, പണിതുകൂട്ടി രമ്യഹർമ്മ്യം കൃഷിനിലങ്ങൾ നികത്തി നാം, ദാഹനീരതു മൂറ്റി വിറ്റു നേടിക്കോടികളിന്നു നാം, ഭൂമി തന്നുടെ നിലവിളി അതു കേട്ടതില്ല അന്നു നാം, ഭൂമി തന്നുടെ സങ്കടം അണനിറഞ്ഞൊരു നാളിൽ നാം, പകച്ചുപോയി പ്രളയമെന്നൊരു മാരി തന്നുടെ നടുവിൽ നാം. ഇതാണോ ചേട്ടാ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞത്? ഞാൻ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ കയറി പാടുന്നത്. ഓ, ഗംഭീരമായിട്ടോ. താങ്ക് യു സർ. നന്നായിട്ടുണ്ട്. എന്നാൽ നമുക്ക് സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസ് കാണാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഒന്നുകൂടി കൈയടിക്കാമോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാൻ ഈ കൈയടി നിങ്ങളോട് ചോദിച്ചു വാങ്ങിയത് എന്തിനാന്ന് വെച്ചാലേ, ഞാൻ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ മനുഷ്യനെ നിങ്ങൾക്ക് നാണാവൂലേ, അവിടെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്, നിങ്ങൾ അവിടെ പോയി എന്തെങ്കിലും കോപ്രായം കോമാളിത്തരവും കാണിച്ച് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. 10-12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ നിങ്ങൾ വാ തുറന്നൊരു തമാശ പറയണം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ അവിടെ പോയി എന്തു പറയാൻ പോവാന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്കുള്ളൊരു മറുപടിയാണ് ഈ കയ്യടി. എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അവളോട് പറയാലോ, എടി ഞാൻ പരിപാടി നടത്താൻ സ്റ്റേജിൽ കയറിയപ്പോൾ മുതൽ കയ്യടിയായിരുന്നു പറയാലോ. അപ്പോൾ എൻ്റെ കലാബോധത്തെക്കുറിച്ച് എൻ്റെ ഭാര്യയ്ക്കുള്ള മതിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് കേട്ടോ കഴിഞ്ഞു പോകുന്നത്. അതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളുണ്ട്. ആ 2 കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് കുടുംബം സന്തോഷമായിട്ട് പോകുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഭാര്യ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി തരുവാണെങ്കിൽ സൂപ്പറാന്ന് പറയുക, അടിപൊളിയാന്ന് പറയുക. പറ്റുവാണെങ്കിൽ 2-3 പ്രാവശ്യം വാങ്ങി കഴിക്കുക. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, അവരേതെങ്കിലും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുവാണെങ്കിൽ ആയ് സൂപ്പറായിട്ടുണ്ട്, അടിപൊളി, നിനക്കിത് നന്നായിട്ട് ചേരും. പിന്നെ വേണമെങ്കിൽ ഉണ്ടല്ലോ ഒരു പടിയും കൂടി കയറ്റി പിടിക്കാം, നിന്നെ കണ്ട ഇപ്പം ഏതെങ്കിലും സിനിമാ നടീനെ കൂട്ടായിരിക്കണേന്ന് പറഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്, ഗ്യാരണ്ടിയാ. എൻ്റെ ഭാര്യയുടെ ഡ്രസ് കോഡ് എന്ന് പറയണതേ, തൊഴിലുറപ്പിന് പോകാനും റേഷൻ കടയിൽ പോകാനും വീട്ടിൽ കൂടി നടക്കുമ്പോഴും അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് 140 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു നൈറ്റിയാണ്. മറ്റുള്ള പെണ്ണുങ്ങൾ തൊഴിലുറപ്പിന് പോകുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരുടെ ഷർട്ട് ഓവർകോട്ടായി ഇട്ടുകൊണ്ട് പോകുമെങ്കിലും എൻ്റെ ഭാര്യ അതും ചെയ്യാറില്ല. കാര്യം എന്താ? എൻ്റെ ഷർട്ട് അവൾക്ക് കിടക്കില്ല. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് മാച്ചാണ്. ഏതാണ്ട് ഈ ടിപ്പർ ലോറിയുടെ അടുത്ത് ഈ പെട്ടിയുണ്ടി കിടക്കൂലേ, അതേപോലെയാ. അപ്പോൾ ഈ തൊഴിലുറപ്പിന് പോണ പെണ്ണുങ്ങൾ അടുത്ത പ്രാവശ്യം ഈ അണ്ണാച്ചി വന്നപ്പോൾ അവർ ഈ ചുരിദാറിൻ്റെ തുണി വാങ്ങിക്കണം കണ്ടപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഒരു മോഹം, ഒരു ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ചാലോ എന്ന്.
അവളും വാങ്ങിച്ചു ഒരു ചുരിദാറിന്റെ തുണി. എന്നിട്ട് ആരും കാണാതെ തയ്ച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കി. എന്നിട്ട് അവൾക്കൊരു നാണക്കേട് പോലെ ആരെങ്കിലും കണ്ടാൽ കളിയാക്കുവോ. അവൾ എന്ത് ചെയ്ത് അതിന്റെ മുകളിൽ കൂടി നൈറ്റ് ഇടാൻ തുടങ്ങി. രാവിലെ ഞാൻ പണിക്ക് പോകുന്ന നേരത്ത് അവൾ എന്നെ വിളിച്ചിട്ട് പറയുവാണേ, ചേട്ടാ ഒന്ന് അകത്തേക്ക് വന്നേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ? എന്റെ നൈറ്റി നൂരി കാണിക്കാനാന്ന്. ഞാൻ പറഞ്ഞു ഇപ്പോഴോ? അതിനല്ല മനുഷ്യനെ, നിങ്ങൾ അകത്തേക്ക് വാന്ന് പറഞ്ഞ അവൾ ആ നൈറ്റി അങ്ങ് ഊരിയതും ഞാൻ ഞെട്ടിപ്പോയി. അവൾ ഇതേവരെ ഈ ചുരിദാറിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പെറ്റ തള്ള കണ്ടാ സഹിക്കില്ല. പക്ഷെ അവളുടെ മുഖത്ത് നോക്കി എനിക്കത് പറയാൻ പറ്റുമോ? മറ്റേ രണ്ടാമത്തെ ടെക്നിക്ക് എനിക്ക് അറിയാലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അടിപൊളി, ഈ വേഷം നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു പടി കൊണ്ട് കയറ്റി വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ, നിന്നെ കണ്ടാ ഇപ്പൊ സിനിമാ നടി തമന്നയെ കൂട്ടായിരിക്കണേന്ന് പറഞ്ഞു. ഇത് കേട്ടതും അവളുടെ മുഖത്തുണ്ടായിരുന്നൊരു സന്തോഷം കാണണം. ഇത് കഴിഞ്ഞ് ഞാൻ പണിക്ക് പോവുകയും ചെയ്തു. വൈകുന്നേരം പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ പതിവില്ലാതെ അവൾ ചായയായിട്ട് വന്നു. കുളിക്കാൻ ചേട്ടന് ചൂടുവെള്ളം വേണമെന്ന് ചോദിക്കുന്നു. ഇവളുടെ ഈ മാറ്റം കണ്ടപ്പോൾ എനിക്ക് ആകെ അത്ഭുതമായി. ഇത് എന്തോ ടെക്നിക്ക് ഉണ്ടല്ലോ എന്ന് മനസ്സിലായി. സാധാരണ പണിയും കഴിഞ്ഞ് വരുമ്പോൾ TV സീരിയൽ കണ്ടുകൊണ്ടിരിക്കണവളാ. ചായ വേണമെങ്കിൽ ആ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ എന്ന് പറയണവള്. ഈ മാറ്റം എനിക്കൊന്നും പിടികിട്ടിയില്ല. പിന്നെ ഞാൻ ഊണൊക്കെ കഴിഞ്ഞ് കിടക്കാൻ ചെന്ന് ഇവള് വേഗം അടുക്കളയിലെ പണിയൊക്കെ തീർത്ത് ഓടി വന്നു. എന്നിട്ട് എന്നോട് ചോദിക്കുവാണേ, ചേട്ടൻ രാവിലെ പറഞ്ഞത് നേരായിട്ട് പറഞ്ഞതാണോ? ഞാൻ ചോദിച്ചു എന്ത്? അല്ല എന്നെ കാണാൻ തമന്നേനെ കൂട്ടാണോ ഇരിക്കണേന്ന്. അപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ പറഞ്ഞു അതെ, നിന്നെ കാണാൻ തമന്നേനെ കൂട്ട് തന്നെ ഇരിക്കണേന്ന് പറഞ്ഞു. ഇവളെന്നാരും എന്നെ കെട്ടിപ്പിടിച്ച് കാണിച്ച സ്നേഹപ്രകടനം 12 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും ഇതുപോലൊരു പ്രകടനം ആദ്യമായിട്ടായിരുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികൾ മതി എന്ന് തീരുമാനത്തിൽ ഉറച്ചിരുന്ന ഞങ്ങൾക്ക് പിറ്റേ വർഷം ഒരു കുഞ്ഞും കൂടി ഉണ്ടായി. ഇത് മാത്രമല്ല, ഇവള് വീണ്ടും ഈ അണ്ണാച്ചി വന്നപ്പോ ചുരിദാറിന്റെ തുണി വാങ്ങിക്കാൻ തുടങ്ങി. അത് ഓരോരോ ഭാഷകളിൽ മേടിച്ച് തയ്ച്ച് ഇടാനും തുടങ്ങി. അടുത്ത പ്രാവശ്യം ഇവള് ഈ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നപ്പോൾ അതിന്റെ ഷോളെ സൈഡിൽ കൂടി ഇട്ടേക്കണ്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ഇതിങ്ങനെ ഫ്രണ്ടിൽ കൂടി ആണല്ലോ ഇട്ടിരുന്നത്, ഇപ്പൊ എന്താ ഇങ്ങനെ ഇട്ടേക്കണെന്ന് ചോദിച്ചപ്പോൾ അവള് പറയാണേ, ചേട്ടന് ഇപ്പൊ സിനിമയൊന്നും കാണാറില്ലെന്ന്. തമന്നയുടെ പുതിയ സിനിമയിൽ ഇങ്ങനെയാ ഇട്ടേക്കണേന്ന്. അടുത്ത പ്രാവശ്യം ഷാളില്ല. പിന്നത്തെ പ്രാവശ്യം ഈ പാൻറ് മാറ്റി ലെഗിൻസ് ഇട്ടേക്കണ്. അതിന്റെ അടുത്ത പ്രാവശ്യം ഇത് ഇറക്കം കുറച്ച് മുട്ടിന് മേളിൽ വരെയായി. പിന്നത്തെ പ്രാവശ്യം ഇതിന്റെ സൈഡ് കട്ട് ചെയ്ത് കയറി കക്ഷം വരെ എത്തിയപ്പോൾ എനിക്ക് പേടിയായി. ദൈവമേ, ഇവളോട് ഇത് പറഞ്ഞത് അബദ്ധമായോ? ഞാൻ ഇവളുമായിട്ട് മുളന്തുരുത്തി ടൗണിൽ കൂടി പോകുമ്പോൾ ആൾക്കാർ തുറച്ചു നോക്കാനും ചിരിക്കാനും തുടങ്ങി. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി. അപ്പൊ ഇവള് ചിരിച്ചോണ്ട് എന്നോട് പറയുകയാണേ, ചേട്ടൻ പറഞ്ഞത് നേരാ, ആൾക്കാരിപ്പോൾ എൻ്റെ നേരെ നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന്. ആ ചിരിയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കും മനസ്സിലായി, എനിക്കും മനസ്സിലായി. എൻ്റെ ഭാര്യയ്ക്ക് മാത്രം ഇതേവരെ മനസ്സിലായിട്ടില്ല. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണത്തെ പറ്റി കുറ്റം പറയോ അല്ലെങ്കിൽ സ്ത്രീകളെ കളിയാക്കൊന്നും ചെയ്തതല്ല കേട്ടോ. ഈ ആണുങ്ങൾ ഇതിലും കഷ്ടം. ഞാൻ പണ്ടുണ്ടല്ലോ കല്യാണത്തിന് മുമ്പ് ഇതുപോലെ ഊശാന്താടിയൊക്കെ വളർത്തി മുടിയൊക്കെ നീട്ടി വളർത്തി ഈ ലോ വേസ്റ്റ് പാൻറ് വിട്ട് ജെട്ടിയൊക്കെ കാണിച്ച് നടക്കുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ നാട്ടുകാർ പറഞ്ഞ എന്നാന്നറിയാവോ? ആ കർണൻ്റെ മോൻ അവൻ കഞ്ചാവാന്ന്. അത് സഹിക്കാം. എൻ്റെ വീട്ടുകാർ പറഞ്ഞു അവൻ കഞ്ചാവ് മാത്രമല്ല മയക്കുമരുന്ന് പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ അച്ഛൻ തീരുമാനം എടുത്തു, ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയായില്ല, പെണ്ണ് കെട്ടിക്കണമെന്ന് തീരുമാനിച്ചു. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ആണുങ്ങൾ തലതിരിഞ്ഞ് പോകുന്നുണ്ട്, ഉടനെ ഏതെങ്കിലും പെണ്ണിൻ്റെ തലയിൽ വെച്ച് വിട്ടു അല്ലേ, പിന്നെ ബാക്കി കാര്യം അവൾ നോക്കിക്കോളും. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു കല്യാണ ബ്രോക്കറുണ്ട്, ഒരു ബാസി എന്ന പുള്ളിയുടെ പേര്. അച്ഛൻ അയാളെ പോയി കണ്ടു, ഇവനൊരു പെണ്ണ് കെട്ടിക്കണമെന്ന് പറഞ്ഞു. അയാൾ ഒരു ദിവസം രാവിലെ ഒരു കാലം കൂടെയും ഒരു ജുബയും ഒക്കെ ഇട്ട് മുറുക്കി ചൊമ്പിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നെ പുള്ളി ഇങ്ങനെ അടിമുടി നോക്കി, എന്നിട്ട് നീട്ടി മുറ്റത്തേക്ക് ഒരു ഒറ്റ തുപ്പ. എൻ്റെ മുഖത്തിട്ട് തുപ്പി പോലെ എനിക്ക് തോന്നിയത്. എന്നിട്ട് പുള്ളി എന്നോട് പറയുവാണേ, നിനക്ക് പറ്റിയൊരു പെണ്ണ് എൻ്റെ കയ്യിലുണ്ടെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഏതെങ്കിലും കൂതറയായിരിക്കും അല്ലെങ്കിൽ ഫ്രീക്കത്തി ആയിരിക്കും എന്ന്. എന്നെ ഞെട്ടിച്ചത് അതല്ല, പുള്ളി ആ ഡയറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ നേരെ നീട്ടിട്ട് പറയുവാണേ, ഈ പെണ്ണ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. ഞാൻ ആ ഫോട്ടോ മേടിച്ച് നോക്കി, ഇത് ഞെട്ടിപ്പോയി. ഐശ്വര്യ റോയിനെ കൂട്ടിരിക്കണ ഒരു പെണ്ണ്, നല്ല സാരിയൊക്കെ കൊടുത്ത് നീണ്ട മുടിയൊക്കെ ആയിട്ട് നല്ല വെളുത്ത് സുന്ദരി, ആര് കണ്ടാലും നോക്കിപ്പോവും. എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. ഞാൻ വീട്ടിലെ ചുമരെ തൂക്കിയേക്കണ കണ്ണാടിയിൽ ഞാൻ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ എന്നെ നോക്കി, ഫോട്ടോയിലും നോക്കി, ഒരു മാച്ചും ഇല്ല. ഞാൻ പുള്ളിയോട് പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ, ഈ പെണ്ണൊന്നും എന്നെ ഇഷ്ടപ്പെടൂല, എനിക്കിത് വേറെ ഇച്ചിരി റേഞ്ച് കുറഞ്ഞൊരു പെണ്ണിനെ കാണാവൂന്ന് ചോദിച്ചു. പുള്ളി എന്നോട് പറയുകയാണേ, ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് 10-40 വർഷമായി. ഏത് പെണ്ണിനെ ഏത് ചെറുക്കനെ ചേരും, ഏത് ചെറുക്കനെ കൊണ്ട് ഏത് പെണ്ണിനെ കെട്ടിക്കാന്നൊക്കെ എനിക്കറിയാം. നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെണ്ണിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാ ഈ കല്യാണം ഞാൻ നടത്തി തരുമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഈ കോൺഫിഡൻസ് കണ്ടപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവലായിട്ട് 100 ഇരട്ടിയായി. പിന്നെ പുള്ളി പറഞ്ഞതൊക്കെ ഞാനങ്ങ് അംഗീകരിച്ചു. താടിയും പഠിച്ചു, മുടിയും വെട്ടി, ഈ പാൻറ് മാറ്റി ഒരു മുണ്ട് കൊടുത്ത് ഒരു പുതിയ ഷർട്ടും മേടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പെണ്ണ് കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴാ പെണ്ണിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയില്ലേ. ആ ഫോട്ടോയിൽ കണ്ട പെണ്ണും ഈ പെണ്ണും തമ്മിൽ ഒരു സാമ്യവും ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഫോട്ടോഷോപ്പാന്ന്. ഈ പെണ്ണിനെ ഒന്ന് കാണണം, എന്നേക്കാൾ ഒരു 3-4 ഇരട്ടിയുണ്ട്. എന്നിട്ടോ അവൾക്ക് കടക്കാത്ത ടൈപ്പ് ഒരു ജീൻസും ടീഷർട്ടും ഇട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഏതാണ്ട് പാണ്ടിലോറിയുടെ മുമ്പിൽ പെട്ട തവളയുടെ അവസ്ഥയായി എനിക്ക്. ഞാൻ എന്നെ കൊണ്ട് ആവുന്ന വിധം ബസ്സിൽ പിടിച്ചിരുന്നു. എന്നിട്ട് ഞാൻ ഓട്ടക്കണ്ണിട്ട് ബ്രോക്കറെ നോക്കിയപ്പോൾ പുള്ളിക്ക് കാര്യം പിടികിട്ടി. പുള്ളി എന്നെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുവാണേ,
അതെ, ചെറുക്കന് ഇച്ചിരി പരിഷ്കാരിയാന്ന് ഞാൻ പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കും ഈ ഡ്രസ്സ് ഇട്ട് വന്നേ. സാരി ഉടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാന്ന്. എന്തായാലും ഈ കല്യാണ പരിപാടിക്ക് ഈ ബ്രോക്കർമാരുടെ സ്ഥാനം എന്താന്ന് എനിക്ക് അതോടെ മനസ്സിലായി. പുള്ളിയുടെ ഒരൊറ്റ കഴിവാ. ഞങ്ങളുടെ കല്യാണം നടത്തി. ഇന്ന് ഞാനും തമന്നയും 3 കുട്ടികളുമായിട്ട് ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ സന്തോഷമായിട്ട് കഴിയുക. താങ്ക് യു. എന്താ തമന്നയുടെ പേര്? അജിത. അജിത. എന്ത് ചെയ്യുന്നു ചേച്ചി? ചേച്ചി ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. അപ്പൊ നല്ല പെർഫോമൻസ് ആയിരുന്നു അല്ലേ ചേട്ടാ? എങ്ങനെയായിരുന്നു? ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പുള്ളി വീട്ടിലെ കാര്യങ്ങളും അത് പറഞ്ഞു. ഈ ഞാനും എൻ്റെ തമന്നയും കുഞ്ഞുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലൊരു സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നവന് മാത്രമേ ഇവിടെ വന്ന് ഇത്രയും കോമഡി പറയാൻ പറ്റുള്ളൂ. അതും അവരെ തന്നെ ഉന്നം വെച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കും. സീരിയസ് ആയിട്ട് എടുത്താൽ പിന്നെ എല്ലാത്തിലും കുഴപ്പങ്ങളാവും. തമാശ ആയിട്ട് ഇങ്ങനെ കണ്ട് കേട്ട് പോകുമ്പോൾ അവർക്കറിയാം ഇത് പറഞ്ഞാന്നുള്ളത്. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? 20 വർഷമായി. കുഞ്ഞിന്റെ പേര് അഭിരാമി. ഒരു മോളേ ഉള്ളൂ. ആ മോൾ എത്രയിലായി ഇപ്പം? മോളിപ്പോ ബികോമിന് പഠിക്കുന്നു, തൃപ്പൂണിത്തുറ ചിന്മയില്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത്രയും വലിയ മോളുടെ അപ്പനാണോ? അതെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടിട്ടുണ്ടെന്നിട്ട് ഞാൻ ബികോമിന് പഠിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചാൽ. താങ്ക് യു സാർ, താങ്ക് യു. പ്രകടനം വളരെ നല്ലതായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ. ചേട്ടാ അടിപൊളിയായിരുന്നു. തുടക്കം തന്നെ നമ്മുടെ അടുത്ത് നിന്ന് കൈയടി മേടിച്ച് അവിടെ പോലൊരു നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. എന്താ പറയാ, പാപ്പ കലക്കി. താങ്ക് യു, താങ്ക് യു. ഈ ഇദ്ദേഹത്തിനെ കണ്ടിട്ടാണോ സുരേഷിന്റെ പുതിയ പടത്തിന് പാപ്പൻ എന്ന് പേരിട്ടെന്ന് വരെ ഞാൻ സംശയിച്ചിരിക്കുന്നു. അപ്പൊ അനിലേട്ടാ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വീണ്ടും കാണാം. അടുത്ത സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായി എത്തുന്നു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സംഗീത് ഫ്രം തൃശൂർ. സംഗീതേട്ടാ, ഹാപ്പി ടു സീ യു അഗൈൻ. താങ്ക് യു. എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. കുറച്ച് സ്ലിം ആയി. ആണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം സംഗീതേട്ടൻ നമ്മുടെ ഫസ്റ്റ് സീസൺ മുതൽ ഇവിടെ പെർഫോം ചെയ്ത ആളാണ്. ഞാൻ എത്ര തടിച്ചു, ഞാൻ എത്ര മെലിഞ്ഞു, ഇതുവരെ ഡയാനെ കഴിഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡയാനെ? എനിക്കിവിടെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എന്റെ ശരീരം നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ ആരെ നിങ്ങളൊക്കെ കണ്ടോ? കണ്ട് പഠിക്കട്ടെ. കോയമ്പത്തൂർ എന്നുള്ള കോളേജിൽ നിന്നാണ് ഞങ്ങൾ ആളെ ഇറക്കിയിരിക്കുന്നത്. മാത്രമല്ല അമൃത TV നമ്മൾ കുറച്ച് നാളായിട്ട് അമൃതയുടെ ഈ ഒരു വർഷം തന്നെ ഷെയറിങ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു തിയറിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പരിപാടികളെല്ലാം. പൊതുവേ അതിലെ പല പരിപാടികളുടെ സ്വഭാവത്തിൽ അത്തരത്തിലൊരു തിയറി കൊണ്ടാണ് വരുന്നത്. ഈ കോളേജ് അത്തരത്തിലുള്ളൊരു സൽക്കർമ്മം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവർ കോയമ്പത്തൂരിൽ നിന്നും ഇവിടെ വരെ വന്നിരിക്കുന്നത്. ഞാനും അത് പറഞ്ഞപ്പോ ഓർത്തു, ഇത്ര ദൂരെ നിന്ന് വന്നല്ലോ ഇത്രയും വലിയൊരു ടീം എന്നുള്ളത്. അതെ, അത് അമൃത TV പറയുന്ന ഈ ഷെയറിങ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു തിയറിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഇവരൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവർ വന്നത്. ടീച്ചറെ, ഇപ്പൊ കോളേജിന്റെ പേരും നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. ഹലോ, ഞാൻ ശ്രുതി രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് പ്രൊഫസറാണ് ബയോടെക് ഡിപ്പാർട്ട്മെന്റ് RVS കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് നിന്നാണ് വരുന്നത്. സോ ഇതെല്ലാവരും ഞങ്ങളുടെ പിള്ളേരാണ്, മലയാളി പിള്ളേരാണ് RVS കോളേജ് ആർട്സ് ആൻഡ് സയൻസിന്റെ. സോ പല ഡിപ്പാർട്ട്മെന്റും കൊണ്ടുവന്നിട്ടുണ്ട്, പല ഡിപ്പാർട്ട്മെന്റിലെ പിള്ളേരാണ് ഉള്ളത്. സോ ബേസിക് എയിം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജ് വന്നിട്ട് 100% സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് PG കോഴ്സസിന് വേണ്ടിയിട്ട് അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് PG ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കോളേജ് 100% കോഴ്സ് ഫീസ് വന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. സോ ഞങ്ങളുടെ മാനേജ്മെന്റ് ട്രസ്റ്റി ആയ ഡോക്ടർ K സെന്തിൽ ഗണേഷ് ആണ് ഈ എയിമിന്റെ പിന്നാലെ, ഈ പ്ലാനിന്റെ പിന്നാലെ. അതെ, അല്ല നമ്മൾ ഷെയറിംഗ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അണ്ടർ പ്രിവിലേജ്ഡ് ആയ എന്ന് പറയുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പഠിക്കാൻ പറ്റാതാകുന്ന ഒരു കുട്ടിക്ക് PG കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോഴ്സിന്റെ ഫീസ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ RVS കോളേജ് ഒഴിവാക്കി കൊടുക്കും അല്ലേ? അതിൽ 70% മാർക്ക് അവർക്ക് UG ഓൾറെഡി ഉണ്ടെങ്കിൽ അവർക്ക് അത് എലിജിബിൾ ആണ്. അതെ, 70% മാർക്കുള്ളവർ ഇതിന് എലിജിബിൾ ആണ്. അത് 100% സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഒരു വലിയ സന്തോഷമാണ് പങ്കുവച്ചിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സംഗീത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. നമ്മുടെ ചുറ്റിലും ഒരുപാട് ട്രോൾസ്, റീൽസ്, വെബ് സീരീസ് ഇങ്ങനെ നിരന്തരം കോമഡിയിൽ ഇറങ്ങുന്നതുകൊണ്ട് പുതിയൊരു കോമഡി എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സെല്ലോ ടേപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കുന്നതിനേക്കാൾ വലിയൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റോഡിലിറങ്ങി നിന്ന് നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാക്കാം, പക്ഷെ വീട്ടിലിരുന്ന് 2 ജോക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നുള്ളത് എൻ്റെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ അതിന് മുന്നേ മനസ്സിലാവും,
അങ്ങനെ ഇവിടേക്ക് വേണ്ടി ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ട് അത് വീട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് കരുതി എല്ലാവരും പിടിച്ചടുത്തിരുത്തിയപ്പോ എൻ്റെ അകന്ന ബന്ധത്തിൽ ഒരു മാമൻ വന്നു. മാമനെയും പിടിച്ചടുത്തിരുത്തി. പക്ഷെ മാമനുമായിട്ട് ഞാൻ അധികം ബാഹുബലി വന്നതിന് ശേഷം അങ്ങേർക്ക് അറിയാലോ മാമ എന്ന് പറഞ്ഞു കിടന്നിട്ട് അവസാനം എന്താ ഉണ്ടായെന്ന്. അതുകൊണ്ട് വലിയ കണക്ഷൻ ഇല്ല. എന്നാലും അങ്ങേരെ പിടിച്ച് ഞാൻ അടുത്തിരുത്തി. മണ്ണിന്റെ മണം വന്നാൽ പ്രളയം വരുമെന്നും ടാറിന്റെ മണം വന്നാൽ ഇലക്ഷൻ വരുമെന്ന് മനസ്സിലാക്കുന്നത് പോലെ എന്തോ ഒരാപത്ത് അവർക്ക് വരാൻ പോവുകയാണെന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് അവരെൻ്റെ മുന്നിൽ വന്നിരുന്ന് തന്നു. ഞാനും എൻ്റെ സ്ക്രിപ്റ്റ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാക്കി അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് പകുതിയാവുമ്പോഴേക്കും അമ്മ എഴുന്നേറ്റു. അമ്മ പറഞ്ഞു, ഇത് കഴിഞ്ഞെങ്കിൽ ചോറ് വിളമ്പാമായിരുന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എങ്ങനെയുണ്ട് പരിപാടി? അച്ഛൻ പറഞ്ഞു, പോരാ. അവസാനം എൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് എൻ്റെ ചേച്ചിയിലായിരുന്നു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എങ്ങനെയുണ്ട്? ചേച്ചി പറഞ്ഞു, ഒരു തവണ കേൾക്കാം, അധികം പ്രതീക്ഷ ഒന്നുമില്ലെങ്കിൽ 2.5 പോയിന്റ് തരാം. അങ്ങനെ പാലാരിവട്ടം പാലം പോലെ തകർന്നു നിന്ന എൻ്റെ ചെവിയിലേക്ക് ഒരു കയ്യടി കേൾക്കാണ്. ഞാൻ നോക്കുമ്പോൾ ആരാ? ഇതാ അടുത്തിരിക്കുന്നു എൻ്റെ അകന്ന ബന്ധത്തിലുള്ള മാമ. പക്ഷെ മാമ കൈയടിച്ചത് ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും മാമ അകന്ന ബന്ധത്തിലുള്ള ആളായത് കൊണ്ടാണ്. അല്ല, നോ നെവർ. മാമയ്ക്ക് ചെവി കേൾക്കില്ല. മാമ ചെവി കൊണ്ട് കിടക്കുന്നത് മാസ്ക് തൂക്കാൻ വേണ്ടി മാത്രമാണ്. മാമ ട്രെയിൻ എന്ന് പറഞ്ഞാ മാമ ഒന്ന് നോക്കും, അല്ലെങ്കിൽ തീപ്പെട്ടി തപ്പും. ഇതാണ് മാമന്റെ ഡിസ്ക്. അതുപോലെ KSRTC ബസ്സിന്റെ ടിക്കറ്റ് പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന എൻ്റെ സ്ക്രിപ്റ്റ് അടിക്കാത്ത ലോട്ടറി ടിക്കറ്റ് പോലെ ഞാൻ ചുരുട്ടിക്കളഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീട്ടിൽ തന്നെ എടുക്കാം. ഞാൻ രാവിലെ 11 മണിക്ക് എണീറ്റാലും എൻ്റെ അച്ഛൻ എന്താ എന്നെ വിളിക്കാറിയോ? ലൈസി ബായ്. ഈ ചീത്തപ്പേര് മാറ്റാനായിട്ട് ഞാനൊരു ദിവസം, നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കുമെന്നറിയില്ല, ഒരു ദിവസം രാവിലെ 10:30 മണിക്ക് എണീറ്റു. ഞാൻ വീട്ടിലേക്ക് നേരെ അടുക്കളയിലേക്ക് വെച്ച് നടന്നു. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു ചായ കുടിക്കാന്നാണ്. ആ സമയത്ത് ടീ പോയിട്ട് ഒരു നൈറ്റ് പോലും അമ്മയുടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നാലും ഞാൻ പോയി. എന്നെ കണ്ടതും അമ്മയുടെ മുഖത്ത് പനിയില്ലാത്ത നേരത്ത് കഴിക്കാൻ കിട്ടിയ റൊട്ടി കഷ്ണം കണ്ട പോലെ ഒരു പുച്ഛം. ഞാൻ അമ്മോട് ചോദിച്ചു, അമ്മ ഒരു ചായ തരുമോ? അമ്മ ഉടനെ വേറൊരു ചോദ്യം ചോദിച്ചു, നീ പല്ല് തേച്ചോ? ഞാൻ പറഞ്ഞു, തേച്ചു. അപ്പൊ അമ്മ ചോദിക്കാണ്, അച്ഛൻ പല്ല് തേച്ചപ്പോ പേസ്റ്റ് തീർന്നല്ലോ, പിന്നെ നിനക്ക് എവിടെ നിന്നാ പേസ്റ്റ് എന്ന്? ഐ ആം ട്രാപ്ഡ്. അപ്പം ഞാൻ മുടയിറക്കി. ഞാൻ പറഞ്ഞു, അമ്മ പല്ല് എത്ര അമർത്തി തേച്ചാലും രുചി പോകുന്ന നാക്കിനാണ്. തന്നെയുമല്ല ഇവിടുത്തെ പേസ്റ്റാണെങ്കിൽ അമ്മയുടെ ബിരിയാണി പോലെ ഉപ്പുമില്ല, പട്ടയില്ല, ഏലക്കായില്ല, ഗ്രാമ്പുമില്ല, ഒന്നുമില്ല. ഇത് അമ്മയ്ക്ക് ഇഷ്ടമായില്ല. അമ്മ ഇത് കേട്ടതും ചെറിയൊരു വൈബ്രേഷൻ മൂഡിൽ പതുക്കെ ടേബിൾ ഫാൻ തിരിയുന്ന പോലെ അടുക്കളയിൽ നിന്ന് എൻ്റെ ഭാഗത്തേക്ക് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ എന്താ പറയാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി. ഇത് നീ നിന്റെ അച്ഛനോടാണ് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് തേക്കാൻ വായിൽ പല്ലുണ്ടാവില്ല, ഇതല്ലേ? അച്ഛൻ ചാല ഡേഞ്ചറസ്. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് ഇത്രയും ബുദ്ധിയോ? ഇതും ബുദ്ധിയുമായിട്ട് ഒരു ബന്ധവുമില്ല. കറണ്ട് ഈ തൊട്ടാ ഷോക്ക് അടിക്കുന്നു, കണ്ണി സോപ്പ് പോയ നീറൊന്നും. നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെ? ബുദ്ധി ഉപയോഗിച്ചിട്ടാണോ? അല്ല, വെറും അനുഭവം. അവസാനം അമ്മ എന്നോട് ചോദിച്ചു, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ചായ വേണോ അതോ ബൂസ്റ്റ് വേണോ? ഞാൻ പറഞ്ഞു, ബൂസ്റ്റ്. സ്റ്റാമിന ആണല്ലോ പ്രധാനം, തല്ലുകൊള്ളാൻ. അപ്പൊ അമ്മ പറയണേ, എങ്കിൽ പോയി പാല് വാങ്ങിയിട്ട് വാ, ബൂസ്റ്റും ഒരു പേസ്റ്റും വാങ്ങിച്ചോളാൻ. അതെനിക്കിഷ്ടായില്ല. ഞാൻ പറഞ്ഞു, അമ്മ അച്ഛൻ പുറത്ത് പോയിട്ടുണ്ടല്ലോ, അച്ഛൻ വരുമ്പോ എല്ലാം വാങ്ങിയിട്ട് വരാൻ പറ. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നിന്നെ ഉപദേശിച്ച് നന്നാക്കാന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. എന്നാലും ഞാൻ പറയാം, ഞായറാഴ്ച ഇറച്ചി വാങ്ങാനല്ലാണ്ട് നീ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നേ ഇല്ല. നീ ഇവിടെ നിന്നോ 5 സ്റ്റാർ പരസ്യത്തിലെ പച്ചക്കനെ പോലെ ഒന്നും ചെയ്യാണ്ട് എങ്ങനെ? ഇവിടുത്തെ വീട്ടിലെ പണി മുഴുവൻ ഞാനും അച്ഛനും കൂടി ചെയ്യാം. അപ്പോ എൻ്റെ മനസ്സിലൊരു ലഡ് പൊട്ടി. ടും ടും കൂ 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 കൂ. ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ എൻ്റെ കൂടെ പഠിച്ച ബാലകൃഷ്ണനല്ലോ, ബാലു, അവൻ്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത്. അവൻ്റെ വീട്ടിലെ പണി മുഴുവൻ അവൻ്റെ ഭാര്യയാണ് അത്ര ചെയ്യുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു, നിർത്ത്. ബാലകൃഷ്ണ എഞ്ചിനീയർ അല്ലേ? നീ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഫാസ്റ്റ് ഓപ്പോസിറ്റ് സ്പിൻ എന്നല്ലേ എഴുതി വെച്ചത്? പോയി പാല് വാങ്ങിയിട്ട് വാങ്ങി. അപ്പോഴേ എനിക്ക് മനസ്സിലായി, എൻ്റെ മാംഗല്യം തന്തുനാനേന. ഈ വീട്ടിൽ ഞാൻ ജീവൻ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? കോവിഷീൽഡ് 2 ഡോസ് എടുത്തോണ്ട്. ഞാൻ അമ്മോട് ചോദിച്ചു, അമ്മ ആത്മാർത്ഥമായി ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, അമ്മ എനിക്ക് ആത്മാർത്ഥമായ ഒരു ഉത്തരം തരണം. ഞാനും നമ്മുടെ ബാബുമോൻ്റെ പോലെ ഏതെങ്കിലും മലയുടെ ഉച്ചിയിൽ പോയി പെട്ട അമ്മ എന്ത് ചെയ്യും? അപ്പൊ അമ്മ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറഞ്ഞു, അന്ന് രാത്രി ഒരു ഗ്ലാസ് അരി കുറച്ചിടും. നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നമ്മുടെ വില പെട്രോളിനെ പോലെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണെന്നല്ലേ? ഒന്നുമല്ല, പഴയ ബൂമറിന്റെ വില പോലെ അവിടെ തന്നെ കിടക്കുക. നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഇങ്ങനെ വാഷിംഗ് മെഷീൻ പോലെ നമ്മൾ എടുത്തിട്ട് അലക്കും. പക്ഷെ നമ്മൾ
ഫ്രിഡ്ജ് പോലെ കൂളായിട്ടിരിക്കണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു, താങ്ക് യു. സംഗീതേട്ടാ ആസ് യൂഷ്വൽ നന്നായിരുന്നു, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. മിയ നല്ല രസമുണ്ടായിരുന്നു, Thank you, ma'am. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അതിന്റെ ആദ്യമേ തുടക്കത്തിൽ തന്നെ നമ്മളെ ചിരിപ്പിക്കാനുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പോവായിരുന്നു. ഏറ്റവും ആദ്യത്തെ സംഭവം എനിക്ക് തോന്നുന്നത് സെല്ലോ ടേപ്പ് അല്ലേ? അതെ അതെ അടിപൊളി അടിപൊളി. അത് നമ്മളൊക്കെ ആണെങ്കിലും അതെ, എപ്പോഴും സെല്ലോ ടേപ്പിന് അറ്റം കണ്ടുപിടിക്കാൻ എന്തൊരു വലിയ പാടാ. വലിയ പാടാണ് ആ സാധനം. അപ്പോ അങ്ങനെ തുടങ്ങി എല്ലാ കൗണ്ടേഴ്സും നല്ല കലക്കനമ്മാട്ടാ. അടിപൊളി അടിപൊളി, എല്ലാം നല്ല റിലേറ്റ് ചെയ്ത് നല്ല രസമായിട്ട് പ്രസന്റ് ചെയ്ത് നല്ല കോമഡി you, ma'am. ഉണ്ടായിരുന്നു, നന്നായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടില് നമ്മുടെ വില എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഒരുപാട് പേര് അനുഭവിക്കുന്ന വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്. പിള്ളേരുണ്ടാകുന്നതോടുകൂടി ഈ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞു. അയ്യോ അത് ശരിയാട്ടോ. കഴിഞ്ഞില്ല. ഇതാ പറഞ്ഞത്. അത് ശരിയാ. പിള്ളേർക്ക് ഇങ്ങനെ ഒന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോൾ മുഖത്ത് കയറി കരണത്തിട്ട് അടിച്ചു, ഈ ലെവലിലുള്ള ഒരു പരിപാടി പിള്ളേർക്കുണ്ട്. അപ്പൊ വീട്ടിലെ വില എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അത് കൃത്യമായിട്ടും ഭംഗിയായിട്ടും നിങ്ങൾ അവതരിപ്പിച്ചു പല വഴിയിലൂടെ പോയി. കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് ഫോണൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൊച്ചെന്നാ എടുക്കുക, കൊച്ചുറങ്ങിയോ, കൊച്ചു കളിച്ചോ, കൊച്ചു കഴിച്ചോ, എന്നാ ഉണ്ട്, നിന്നോ നടന്നോ എന്നൊക്കെ എല്ലാം ചോദിക്കും. നിനക്ക് സുഖാണോ എന്ന് ചോദിക്കുന്നില്ല. ആർക്ക്? വീട്ടില് നമുക്ക് സുഖാണോ എന്ന് ചോദിക്കുന്നില്ല, കൊച്ചിന്റെ കാര്യങ്ങൾ മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. അതുപോലെയല്ലേ അവിടെയും എന്താ അവസ്ഥ? ഒരു സംശയമില്ല, ഒന്നുമില്ല. സുഖാണോ എന്നല്ലേ ചോദിക്കുന്നുള്ളൂ. അത് ഒന്നല്ലേ ഉള്ളു ബിക്ക്, മൂന്നുണ്ട് എനിക്ക്. എന്നോട് ഈ കഥകൾ മുഴുവൻ പറയുന്നത് പിള്ളേർക്ക്. എന്റെ ചെറിയവൻ ഇപ്പൊ പുതിയ പരിപാടി എന്താ അറിയോ, ഇവന് ഈ സാധനങ്ങൾ കേടാകുമ്പോൾ നമ്മൾ വേറെ മേടിച്ചു കൊടുക്കുമല്ലോ. ഈ ഇടയ്ക്ക് ഒരു ദിവസം കാലെ ചെളിയായിട്ടപ്പോഴത്തേക്ക് വന്നു ഉടനെ ഇവനോട് ഇവള് ഭാര്യ വഴക്കുറഞ്ഞു. എന്ത് കാലൊക്കെ എവിടെ കളിച്ചിട്ടാണ് വരുന്നത്, ചവിട്ടിയിലും ചവിട്ടില്ല, അകത്ത് മുഴുവൻ ചെളിയായിട്ട് വന്നപ്പോ എന്റെ അടുത്തോണ്ട്, ചെറുതാ അച്ഛാ എനിക്കൊരു പുതിയ കാല് മേടിച്ചു തരുമോ? കാരണം അവന് ചെളി പറ്റി കഴിഞ്ഞാൽ അവൻ അപ്പൊ പുതിയത് മേടിച്ചില്ല. അപ്പൊ ഞാൻ അത് പ്രോത്സാഹിപ്പിക്കും, ഞാൻ മേടിച്ചു തരാം മോനെ, നമുക്ക് ഒരു കാര്യം ചെയ്യുന്ന അച്ഛൻ ഇനി എവിടെ പേരും പോയിട്ട് വരുമ്പോ നമുക്ക് നല്ലൊരു കാല് മേടിച്ചോണ്ട് വരാം. അപ്പൊ ഇവൻ എന്തോ തിന്നോണ്ടിരിക്കുക. അവൻ ഇത് കഴിഞ്ഞ് വായും കഴുകണം, കളി കഴിഞ്ഞ് വന്ന് കയറി തീറ്റ വരെ എത്തി. അപ്പൊ ഞാൻ പറയാ അങ്ങനെയാണ്, വരുവാണ് 2 ചുണ്ടും കൂടെ മേടിച്ചോണ്ട് വരാം, വാ കഴുകണ്ടല്ലോ. വാ കഴുകണ്ടല്ലോ, എളുപ്പമല്ല. തിന്നു, ചുണ്ട് മാറ്റി വെച്ചു, അടുത്ത ചുണ്ട് വെച്ചു, കാലെ ചെളിയെ കാല് മാറ്റി വെച്ചു, അടുത്ത കാല് വെച്ചു. എന്ത് രസമായിട്ട് ചെയ്യാം. ഗംഭീരമായിരുന്നു. താങ്ക് യു സർ. ആരാ? നമസ്കാരം. ആരാ? സാറല്ല, ഞാനല്ലേ? അല്ല, ഞങ്ങളെ ഒരാളെ അന്വേഷിച്ചു വന്നതാ. എന്താ സംഭവം? ഇത് നമ്മുടെ കേശവമാമന്റെ പരിപാടിയല്ലേ? കേശവമാമന്റെ പ്രോഗ്രാം പരിപാടിയായി മാറിയത്. അല്ല, കേശവമാമന്റെ പരിപാടിയല്ല. ഞാനും ഡയാനെ മിയൊക്കെ ഉള്ള പരിപാടിയാണ്. അല്ല, അങ്ങനെ പറയൂന്ന് കേശവമാമ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്ന? നിങ്ങൾ പറയും നിങ്ങളുടെ പരിപാടിയാണെന്ന് പറയൂന്ന് പറഞ്ഞിരുന്നു. അല്ല, ശരിക്കും ഇത് ഞങ്ങളുടെ പരിപാടി. എന്താ കാര്യം? എന്താ? അല്ല, ഇവനൊരു ജോലി കൊടുക്കാന്ന് കേശവമാമ പറഞ്ഞിരുന്നു. ഇവിടെയോ? ഇവിടെ ഈ കമ്പനിയിൽ. ഈ കമ്പനി ജോലി കൊടുക്കാന്ന് കേശവമാമ പറഞ്ഞിരുന്നു. നിങ്ങളുടെ ഇന്ന് കാശ് വല്ലതും മേടിച്ചോ? അല്ല, അതിവിടെ പറയരുതെന്നാണ് കേശവമാമ പറഞ്ഞേക്കണതേ. പറഞ്ഞോ, കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? ഇല്ല. എത്ര മേടിച്ചു? 5000 രൂപ. നിങ്ങൾ ഭാഗ്യമുള്ളവരാണല്ലോ. അപ്പൊ ജോലി കിട്ടുമല്ലേ? അല്ല, സാധാരണ പുള്ളി 50,000 രൂപയ്ക്ക് പറ്റിക്കുന്നത്. ഇതിപ്പോ 5000 രൂപയല്ലേ പറ്റിച്ചുള്ളൂ. സത്യമായ കാര്യമാണ്. അല്ല, ഡയാൻ ഒന്ന് കേശവമാമനെ വിളിച്ചേ. കേശവ മാമ എന്താ ഒരു വാക്ക് പറയണ്ടേ? പാവങ്ങളാ, എന്തിനാ ഇവിടെ വിളിച്ചത്? ഞാൻ അറിഞ്ഞു മറ്റേ കാര്യമൊക്കെ. ഏത്? എന്താ സംഭവം? എന്താ? അത് വിട്ടേക്ക്, ഇത് മാറ്റി വെക്കാം. അതായത് ഇവനൊരു ജോലി വേണം അത്യാവശ്യമായിട്ട്. അയ്യോ, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി. പാവമാ. ഇവനെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചതും വളർത്തിയതും ഇത്ര ആക്കിയതൊക്കെ ഇദ്ദേഹമാ. അദ്ദേഹം ആരാ? ഇവന്റെ അച്ഛനാ. അത് എല്ലാ വീട്ടിലും അച്ഛൻ തന്നെയല്ലേ പിള്ളേരെ വളർത്തുന്നത്? പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനൊരു പ്രൊഫൈലില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്ര കയറ്റി പറഞ്ഞെന്നുള്ളൂ. അല്ല, നിങ്ങൾ കൊടുത്തെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ ജോലി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്ത് ജോലി കൊടുക്കാനാ ഇവിടെ? പക്ഷെ അതല്ല, ഇവിടെ എന്തോരം ചെറിയ ചെറിയ വർക്കുകളുണ്ട്. ക്യാമറ ചെയ്യിക്കാമല്ലോ അവനെ കൊണ്ട്. ക്യാമറ അറിയണ്ടേ? വെറുതെ ക്യാമറ ചെയ്യിക്കാൻ പറ്റുമോ? ക്യാമറ അറിയണ്ടേ? അല്ലാണ്ട് ക്യാമറ ചെയ്യിക്കാൻ പറ്റുമോ? പാവൻ. പാവമാണെന്ന് പറഞ്ഞ എങ്ങനെയാ നമ്മൾ ജോലി കൊടുക്കുന്നത്? പാവൻ നല്ലവനവൻ. അല്ല, പാവമാണ്, നമുക്ക് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണ്ടേ കേസമ്മ? അങ്ങനെയാണെങ്കിൽ എഡിറ്റിംഗ് കൊടുക്കാമല്ലോ. എഡിറ്റിംഗ് ഇല്ലേ? എന്താ ഇത്? എഡിറ്റിംഗ് അറിയോ? അത് പഠിക്കൂലേ? പാവമല്ലേ അവൻ, അവൻ പഠിച്ചോളൂല്ലേ വിഷു? നല്ല എഡിറ്റിംഗിന് അങ്ങനെ പറ്റില്ല അമ്മാവ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മിയെ ഈ പിഷാരടി കരയും.
പിന്നെ ഷൂട്ട് നിർത്തി വെക്കേണ്ടി വരും, മോളും കരയും ഇവരുടെ കഥ കേട്ട് കഴിഞ്ഞാല്. നിങ്ങൾ ജോലിയും കൊടുക്കും. അല്ല, അങ്ങനെ കഥ കേട്ട് നമുക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് പറ്റുന്ന ജോലിയെ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ കഥ പറയട്ടെ എന്നാ. ഏത് കഥയാ? ഇവനുണ്ടല്ല, ഇവന്റെ വീട്ടിൽ, അതായത് ഇവന്റെ ജംഗ്ഷനിൽ ഇവന്റെ വീട്ടിലേക്ക് ഒരു 100 മീറ്റർ ഉള്ള വിഷാരടി, 100 മീറ്റർ വരും. എന്നിട്ട് 1.5 കിലോമീറ്ററും വളഞ്ഞ് ചുറ്റി അടിച്ചാണ് അവന്റെ വീട്ടിൽ പോയത്. സിമ്പിളായിട്ട് പോകേണ്ട കേസിനും വളഞ്ഞു പോയി. എന്തിനാ? അവൻ പോണ വഴിയിൽ കുറച്ച് ഉറുമ്പും കൂട്ടം ഉണ്ടായി. ആ വഴി അങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ ആ ഉറുമ്പിനെ ചോട്ടി കുറെ ഉറുമ്പ് ചാവൂലേ? അത് ഇവന് പാവമാണത്. പാവം മാത്രമല്ല, സത്യസന്ധനും കൂടി ഇവൻ. അറിയോ, ഇവനൊരു ഹോട്ടലിൽ ഒരു ഓണ വിശന്നിട്ട് കൊച്ചി ബിരിയാണി കഴിക്കാൻ കയറി. ആ ബിരിയാണിയിൽ അവരറിയാതെ ഒരു 2 മുട്ട അതിൽ പെട്ടുപോയി. എന്നിട്ട് ഇവൻ അതിൽ 1 മുട്ട കഴിച്ചിട്ട് 1 മുട്ട കഴുകി റിസപ്ഷനിൽ കൊണ്ടുപോയി കൊടുത്ത്. അങ്ങനത്തെ ഒരു പഞ്ചപാവ ക്ഷമയുള്ളവനവൻ. സാർ, സത്യത്തിനോട് കരണ്ടെന്ന് പറയാം. നമുക്കിവിടെ ഒരു ഷെയറിംഗ് ഹാപ്പിനെസ്, നമുക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ നല്ല മനുഷ്യനാന്ന് പറയുന്നു, അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് മാനിക്കുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും ജോലി എടുക്കണ്ടേ? ക്ഷമയുള്ളവൻ, നല്ല ക്ഷമയുണ്ട്. ക്ഷമ വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ചെറിയ പാലം, ഈ പാലത്തിൽ കൂടെ 5 മിനിറ്റ് തീരൂലേ? ഒരു ചെറിയ പാലം. ഈ പാലത്തിൽ ഇവിടുന്ന് അങ്ങോട്ടും വണ്ടി വരണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വരണം. ഒരു സമയം ഒരു വണ്ടിയെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ 2 സൈഡിൽ നിന്നും കൂടെ വണ്ടി ക്ഷമയില്ലാതെ കയറി വന്നാൽ എന്ത് പറ്റും? ഈ 2 വണ്ടികളും കൂടെ നടുക്കുന്ന ഇടിക്കും, വലിയ ആക്സിഡന്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തൊരു വണ്ടി കാണുന്നപ്പോ തന്നെ ക്ഷമയോടുകൂടി ഇപ്പുറത്തെ സൈഡിൽ കാത്തു നിൽക്കണം. ആ വണ്ടി പോയ ശേഷം നമ്മൾ പോവുക. അപ്പം ക്ഷമ കൊണ്ട് എന്തുണ്ടായി? വലിയൊരു അപകടം ഒഴിവായി, 2 പേർക്കും പോകാൻ പറ്റി. അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ക്ഷമിച്ച് നിന്ന പോലെ അപ്പുറത്തെ സൈഡിലുള്ളവന് ക്ഷമിച്ച് നിന്നെങ്കിൽ 1 വർഷം വരെ ഇവിടെ ക്ഷമിച്ച് അവിടെ തന്നെ പാലത്തിന്റെ അടുത്ത് നിൽക്കില്ല. അപ്പുറം അപ്പൊ ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റുമോ? അതേലൊരു ലോജിക്കെങ്കിലും വേണം ഈ സമയത്ത് പറയുമ്പോ. കരയല്ലേ സാറേ, എന്റെ മോനൊരു പാവമാണ്, എന്തെങ്കിലും ഒരു കഷ്ടം തോന്നുന്നു. അത്രയധികം റിക്വസ്റ്റ് ചെയ്തല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്കിപ്പോ ഇവിടെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും? ഒരു കാര്യം ചെയ്യും, അവൻ അത്ര ക്ഷമയും നന്മയൊക്കെ ഉള്ളവനാണെങ്കിൽ അവനോട് ഇനി പ്രൊഡക്ഷനിൽ നിൽക്കാൻ പറ. നമ്മുടെ കൂട്ടത്തിൽ, എന്റെ ഒരു കൂട്ടത്തിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ട് നിർത്താം. കേട്ടല്ല? വേണ്ട, അതൊന്നും കുഴപ്പമില്ല മോനെ, അത് നമുക്ക് ശരിയാകും കേട്ടോ. നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതായത് പുള്ളിക്ക് ഇപ്പൊ എന്തായാലും ക്യാമറയോ അങ്ങനെ ഒരു സ്കിൽഡ് ടെക്നിക്കൽ ആയിട്ടുള്ള പരിപാടികൾ അറിയില്ലല്ലോ. അപ്പൊ ഒന്നുമില്ല, നമുക്ക് വല്ല സമയത്ത് ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് അത്യാവശ്യം വെള്ളം കൊടുക്കുക, ചായ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അതൊരു നല്ല ജോലി തന്നെയാണ്. അത് ചെയ്താൽ മതി, അത് നമുക്ക് ചെയ്യാം കേട്ടോ. കേട്ടില്ല? നല്ലതേ വരുള്ളൂ കേട്ടോ. അപ്പേ നമുക്ക് പിഷാരടി ഒരുപാട് പേരെ നല്ല രീതിയിൽ നിന്നാൽ നല്ല സഹായമൊക്കെ ചെയ്യുന്ന ആളാണ്, ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയ ആളാണ് കേട്ടോ. അപ്പം മര്യാദക്ക് നല്ലോണം നോക്കിക്കണം. ചായ ചോദിച്ചാൽ ചായ കൊടുക്കണം, എന്തെങ്കിലും വല്ല ഫ്രൂട്ട്സ് ഒക്കെ വെട്ടിയരിഞ്ഞു കൊണ്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ എന്ത് വേണം, ഒന്നും വേണ്ട, A to Z എല്ലാ കാര്യം മനസ്സറിഞ്ഞ് അങ്ങോട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പൊ ജോലിക്ക് കയറിയോ കേട്ടോ. കേട്ടാ മോനെ? ഒന്നേ എന്താ ഇവനൊക്കെ ഏത് നേരത്ത് ജ്യൂസ്, ഏത് നേരത്ത് ചായ, ഏത് നേരത്ത് ഭക്ഷണം നടന്ന് ഞാൻ എങ്ങനെയാണ് അറിയില്ല. ഒരു ചായ നിനക്ക് എപ്പോഴാണ് ഭക്ഷണം വേണ്ട? കേശവ മാമ പാവമായിരുന്നു അവൻ, പാവം സൈക്കോ. Once Upon a Time വേർഷൻ 2.0 അടുത്തതായി എക്സലൻസ് അവാർഡ് എന്ന സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തുന്ന താരം ഹാസ്യ കലാകാരനും അഭിനേതാവും ഒക്കെ ആയ കലാകാരൻ അജയൻ തകഴി. സ്വാഗതം ചെയ്യാം ശ്രീ അജയൻ തകഴിയെ. അജയൻ ചേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അജയൻ തകഴി എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ പേര് കേൾക്കുന്നത്, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മില്ലേനിയം 2000 ഞാൻ ആദ്യമായിട്ടൊരു ട്രൂപ്പിൽ, സലിമേട്ടന്റെ ഒരു പ്രൊഫഷണൽ ട്രൂപ്പിൽ കളിക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു റിഹേഴ്സലൊക്കെ ചെയ്ത് ഷോ ചെയ്തു. ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അതിൽ കോമഡി പോരാന്നൊക്കെ പറഞ്ഞു കുറെ ട്രൂപ്പ് ഒന്ന് അഴിച്ചു പണിതു, കുറെ പേരെ മാറ്റി പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ എടുത്തു. അപ്പോ എന്നോട് സലിം കുമാർ ഏട്ടൻ പറഞ്ഞു, നീ വൈക്കത്തിനടുത്ത് വെള്ളൂരല്ലേ താമസിക്കുന്നത്, അപ്പുറത്ത് തകഴി എന്ന് പറയുന്ന സ്ഥലത്ത് അജയൻ തകഴി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടു, നീ ഒന്ന് അന്വേഷിച്ചിട്ട് ആളെ കിട്ടുവാനെ കൊണ്ടുവരാൻ, നമ്പർ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി തകഴിയിൽ പോയിട്ട് ഒരു 5-6 പേരോട് അജയൻ തകഴി എന്ന് പറഞ്ഞ ആളുണ്ടോ വെച്ചപ്പോ തകഴി ശിവശങ്കര പിള്ളയെ അറിയാം, ബാക്കി അജയൻ തകഴി എന്ന് പറയുന്ന, ചിലപ്പോൾ ഞാൻ ചോദിച്ചത് അജയന്റെ സുഹൃത്തുക്കൾ ഇടുന്നതായിരിക്കും. അങ്ങനെ 2-3 പേരോടൊക്കെ ചോദിച്ചന്ന് ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിൽ
അജയമ്പായുടെ പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. ഭ്രമരത്തിലല്ലേ അഭിനയിച്ചത്? ഞാൻ ആദ്യ പടം ബ്ലസ്സറിന്റെ ഭ്രമരമാണ്. ഭ്രമരം എന്ന് പറയുന്നതിനകത്ത് ലാലേട്ടനോടൊപ്പം വളരെ മികച്ച ഒരു വേഷം ആ തട്ടുകട സീനിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് അജയൻ ചേട്ടൻ. പിന്നെ കുറെ പടങ്ങൾ ചെയ്തില്ല അജയൻ ചേട്ടൻ? ഏകദേശം ഒരു 20ഓളം പടം ചെയ്തിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്ത ചിലപ്പോൾ കാവതിക്കാക്ക എന്ന സിനിമ യൂട്യൂബ് റിലീസായി. അതില് സന്തോഷ് കീഴായിട്ടുള്ള സെൻട്രൽ വേഷം, ധർമ്മജന്, ഇർഷാദ്, അവര് അങ്ങനെ ഒരു ഗ്രൂപ്പാണ്. തെരുവ് നാടകക്കാർ അനുഭവിക്കുന്ന കുറെ സംഭവങ്ങളും അതിനെപ്പറ്റി നടക്കുന്ന കുറെ സംഭവവികാസങ്ങളും എല്ലാ തരത്തിലുള്ള കാണാൻ പറ്റിയ. ഞാൻ കണ്ടു യൂട്യൂബിൽ അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒക്കെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. അതിൽ എനിക്ക് ഏറെ സന്തോഷം. അതില് ആ 4 കഥാപാത്രത്തിൽ ഒരു കഥാപാത്രമാകാൻ പറ്റിയതിൽ എനിക്ക് ഏറെ സന്തോഷം. അതെ, ഗംഭീരമായി. ഞാൻ ഏത് വർഷമാണ് പ്രൊഫഷണൽ മിമിക്രിയിൽ വരുന്നത്? ഞാൻ 1985-87 കാലഘട്ടങ്ങളാണ് SD കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയം. ആ കാലയളവിൽ തന്നെ ഞാൻ സജീവമാണ്. പിന്നെ 85 കഴിഞ്ഞ് ആ സമയങ്ങളിൽ പ്രോഗ്രാമുകൾ ഇല്ലെങ്കിലും നമ്മൾ മറ്റുള്ള ബിസിനസ്സുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഉത്സവപ്പറമ്പിൽ ഇഞ്ചിമുട്ട കച്ചവടം, മാല കച്ചവടം, ചോളമല്ല കച്ചവടം, അങ്ങനെ കച്ചവടമൊക്കെ ബന്ധപ്പെട്ട് പക്ക പ്രൊഫഷണലായിട്ട്, കാരണം ഓഡിയൻസിന്റെ പൾസ് മനസ്സിലായിട്ട് ഞാൻ ഭയങ്കര ലക്കിലൂടെ സമിതികളിൽ വന്നു. കേരളത്തിന്റെ വടക്കേറ്റമുള്ള തെക്കേറ്റമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും എനിക്ക് ഏകദേശം സുപരിചിതമാണ്. അത്രയും വർഷത്തെ പരിചയം. പിന്നെ ഒട്ടുമിക്ക സമിതികളും. അല്ല, അപ്പം ഉത്സവപ്പറമ്പിൽ ഈ കച്ചവടം ഉണ്ടായിരുന്നോ? ആവശ്യം പോലെ കച്ചവടം. എത്ര നാൾ ആ ബിസിനസ്സിലുണ്ടായിരുന്നു? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 3, 4, 5 വർഷം. അന്ന് പ്രീ ഡിഗ്രി പഠിക്കുന്നെങ്കിലും അന്നത്തെ വണ്ടിക്കൂലി കിട്ടുന്നത് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള പൈസ ഉണ്ടാക്കുന്ന രാത്രിയിൽ ഈ കച്ചവടം ചെയ്തതിൻ്റെ വീട്ടിലെ വരവ് ചെലവും കാര്യങ്ങളും അവിടെ നടക്കുകയും ബാക്കി പൈസ കൊണ്ട് നമ്മുടെ വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ അന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബിസിനസ്സിലൂടെയാണ്. അപ്പോൾ ഓഡിയൻസിന്റെ പൾസ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമായിരുന്നു. സ്റ്റേജിൽ ഓരോ കലാകാരന്മാരുടെ പരിപാടി പൊളിയുന്നതിന്റെ ഇടയിൽ കൂടെ കപ്പലണ്ടി വിൽക്കുകയാണ്. അതാണ് റോമാ സാമ്രാജ്യം കത്തുമ്പോ വീണ വായിച്ച് നടന്ന ആളാണ് അജയൻ ചേട്ടൻ. കുട്ടനാട്ടില് തിരുവനന്തപുരത്ത് ഒരു സമിതി നാടകത്തിന് വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഒരു 20-25 മിനിറ്റ് ഗ്യാപ്പ് വന്നു. കാരണം ഈ സാധന സാമഗ്രികളിൽ അപ്പുറത്ത് നിന്ന് കടത്തി കയറ്റി ഇപ്പറ വരണം. അപ്പോൾ 20-25 അരമണിക്കൂർ മേളിൽ താമസമുണ്ട്. അപ്പോൾ അവരിങ്ങനെ അലഞ്ഞിരപ്പോൾ ഇത്രയും ഗ്യാപ്പിൽ ആൾക്കാർ ഭയങ്കര വിഷയം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. അപ്പോൾ കമ്മിറ്റിക്കാരിങ്ങനെ അലഞ്ഞു തിരിയുക. അപ്പോൾ അവിടെ ഡാൻസ് കളിച്ച് മടുത്ത് ചില ആൾക്കാർ കരോക്കെ അന്നില്ല. അപ്പോൾ ഏകദേശം 88ഒക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ വെച്ചാൽ കമ്മിറ്റിക്കാരൊന്ന് മുട്ടിയാൽ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. നേരെ കമ്മിറ്റി വെച്ചേട്ടാ എനിക്ക് ഒരു അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ഷോ ചെയ്തോട്ടെ. പക്ഷേ അത് ശരി തന്നെ, നോട്ടീസുകളൊന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം 10-50 രൂപ 50 രൂപയ്ക്ക് നല്ല വലിയുള്ള സമയമാണ്. അപ്പോൾ എന്നോട് ഞാൻ 1 മണി എന്നാൽ പോയി ചെയ്തോളാൻ പറഞ്ഞു. എൻ്റെ അനുഗ്രഹമൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ വരദാനമാണെന്ന് അറിയില്ല. ഞാൻ കയറി നമുക്കറിയാവുന്ന കുറേ സംഭവങ്ങൾ അങ്ങ് ചെയ്തു. സംഭവം കയറിയും കൊണ്ട് അപ്പോൾ അന്ന് ആ സമിതി കളിക്കുന്ന ഒരു നാടക നടൻ്റെ സൗണ്ട് നമശിവായം എന്ന നടനുണ്ട്. വലിയ കോമഡി ആർട്ടിസ്റ്റാണ്. നാടക ലോകത്തെ ജഗതി ശ്രീകുമാറാണ്. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ട് അന്ന് ഞാൻ അന്വേഷിക്കുമായിരുന്നു. അന്ന് ഈ ഇഞ്ചിമുട്ടക്കത്തിന്റെ ഓഡിയൻസിനിടെ കൂടെ കയറി ചെയ്തു. ഞാൻ ഈ സൗണ്ടിടെ പറഞ്ഞപ്പോൾ ഭയങ്കര കയ്യടി. ഇത് അദ്ദേഹം കേൾക്കാൻ കൂടി ഇടയായി. അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു. അപ്പൊ അന്ന് മിമിക്രിയിൽ അങ്ങനെയുള്ള സൗണ്ടൊന്നും ആരും അന്വേഷിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്നോട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് വർത്തനം പറഞ്ഞു. എൻ്റെ 2-3 മിഠായി മേടിച്ച് അതിൻ്റെ പൈസ തന്ന് അവിടെ കട്ടൻ കാപ്പി ഉണ്ട്, ചുക്ക് കാപ്പി, അത് വാങ്ങിച്ചു തന്ന് ഭയങ്കര സന്തോഷമായിട്ട് തിരിച്ചു പോയി. പിന്നെ അതിനുശേഷം പിന്നെ കൊച്ചിന് സമിതികളുടെ എണ്ണമില്ല. അതുപോലെ ഒട്ടുമിക്ക സമിതികളും സ്റ്റാർ വേൾഡിന്റെ പേര് പറയാനില്ല, അതുപോലെ സമിതികൾ ഇത്ര വർഷക്കാലത്തെ പരിചയം. എത്രയോ ട്രൂപ്പുകളിൽ കളിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രൂപ്പിന് ഞാൻ അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. പക്ഷെ അന്വേഷിച്ചുകൊണ്ട് കിട്ടിയില്ല. നിങ്ങൾ വലിയ ബിസി ട്രൂപ്പ് ആർട്ടിസ്റ്റിൽ വളരെ ബിസി ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. നമ്മുടെ താരതമ്യേന ഒരു പുതിയ ട്രൂപ്പായിരുന്നു അന്ന്. അപ്പം അന്ന് അജയൻ ചേട്ടൻ ഒരു പുതിയ ട്രൂപ്പിലൊന്നും പോയി തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. 30 പ്രോഗ്രാം മാസം ഉറപ്പുള്ള ട്രൂപ്പുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനകത്ത് വേറെ സംഭവിച്ചാലേ, അന്ന് ഈ പ്രോഗ്രാമൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ വീട്ടുകാർ ഇങ്ങനെ പറയണ ഇന്ന് നല്ല ദിവസമല്ലേ, ഇന്ന് പരിപാടിക്ക് പോകാതിരിക്കാൻ മേലേ, കുഞ്ഞിൻ്റെ പിറന്നാളും കൂടിയാ, ഒന്നൊന്ന് പൈസ ഒക്കെ വെച്ച് കൂടിയാ നടക്കുന്ന കാര്യമില്ല. കാരണം കല്യാണം കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും ആഘോഷിക്കുന്ന ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ടേണിംഗ് പോയിന്റ് ആണ് ജീവിതത്തിന്റെ എല്ലാം കൊണ്ടും. ഈ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ട് കയറ്റിയിട്ട് സെപ്റ്റംബർ 16 തീയതി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു കയറുന്നത് നവംബർ 4 തീയതിയാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. അച്ഛൻ മരിച്ചിട്ട് ചിതാക്കി തീ കൊളുത്തിട്ട് സമിതി അവിടെ നിന്ന് പുറത്തുനിന്ന് ഓണടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അത് കേൾപ്പുണ്ട്. എൻ്റെ പെങ്ങൾ മരിക്കുമ്പോൾ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു ട്രൂപ്പിൽ കളിക്കുമ്പോൾ അന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കല്ല, ട്രൂപ്പിൽ ഒരു ഷോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 2 മണിക്കൂർ സിനിമ കാണുന്ന പോലെ നിർത്താതെ ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഈ ആൾക്കാർ തന്നെ ചെയ്താലേ പറ്റുള്ളൂ. ഇതിന് പകരം വേറൊരാൾ വന്നാൽ അന്നത്തെ പ്രോഗ്രാം പൊളിയും. പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യം, ഉത്സവപ്പറമ്പിലോ ആ നാട്ടിൽ ആ കൊല്ലത്തിലൊരു ഉത്സവവും എല്ലാവരും ആഘോഷമായിട്ട് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യം പറഞ്ഞിട്ട് നമ്മൾ പോവാതിരുന്നാൽ പോയ 8 പേരും കൂടെ പ്രശ്നത്തിലാവും എന്നുള്ളത് കൊണ്ട് പോയേ പറ്റുള്ളൂ. അതൊക്കെ അത് വേറെ ഒരു കാര്യമുണ്ട്. ഈ അതിന്റെ കുറെ ദുരാനുഭവങ്ങളും എന്നും ഓർമ്മിക്കുന്ന കുറെ ഓർമ്മകളും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. എപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ അത് കാണാറുമുണ്ട് ആ കിനാക്കള്.
അതെ. ഇവിടെ ക്ഷേത്രം പറയുന്നത് ശരിയല്ല എങ്കിലും NH സൈഡിലൊരു ക്ഷേത്രം, അവിടെ പ്രോഗ്രാമിൽ ചെന്നു. അന്ന് 1 മണിക്കൂർ ഗാനമേള, 1 മണിക്കൂർ പരേഡുവാ. അതെ. ഫസ്റ്റ് ഹാഫ് 1 hour ഗാനമേള മ്യൂസിക്. അന്ന് ഞാൻ പാട്ടുകാരനും കൂടിയാണ്. ഞാൻ മെയിൽ ആൻഡ് ഫീമെയിൽ പാടുന്നതാണ്, സ്ട്രിങ് സൈഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഗാനമേള കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മിമിക്സ് ബാലയാണ്, ലൈവായിട്ട് പോകുന്ന. അപ്പോൾ ഈ സമയത്ത് ഞാൻ സിസ്റ്റം ഇരിക്കുന്നതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ചെയർ അവിടെ ഇട്ടേക്കും. അവിടെ ഞാൻ വന്ന് ഇരിക്കേണ്ട സ്ഥലമാണ്. ഗാനമേള ഇങ്ങോട്ട് കഴിഞ്ഞു, ഞാൻ പതുക്കെ ഷർട്ടൊക്കെ മാറി ഒരു ബനിയനും ഒരു കൈലിയൊക്കെ കൊടുത്തു. നേരെ ഇവിടെ വന്നപ്പോൾ തിരക്ക് കൊണ്ട് ഈ കസേര പുറത്ത് അങ്ങ് ഔട്ടായി. ഞാൻ വന്നിരിക്കുമ്പോൾ അവിടെ സീറ്റില്ല. പിന്നെ സീറ്റ് കിട്ടും നേരെ ബാക്കിലാണ്. അതായത് ഈ സിസ്റ്റംകാരനിൽ നിന്ന് ഒരു 10 മീറ്റർ മാറി 10 ആളുടെ ബാക്കിലായി. ഇവിടെ തുടങ്ങി പരേഡ് തുടങ്ങി, ലൈവായിട്ടുള്ള ബാല തുടങ്ങി. ഇതിൻ്റെ ക്ലൈമാക്സ് സമയത്ത് ഞാൻ കയറി ബ്ലോക്ക് ചെയ്യേണ്ട. അപ്പം ക്ലൈമാക്സ് തൊട്ടെടുക്കുന്നു. അപ്പം ഞാൻ അവിടെ വന്നിരിക്കും. അപ്പോൾ തൊട്ട് ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അവിടെ പരിപാടി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തറ ബാലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ താഴെ ഇന്ന് ചേട്ടനുണ്ട് ഇരിയ അവിടെ മാന്യമായിട്ട് ഞാനെങ്കിൽ ഇരുന്ന് പിന്നെ 3 പിന്നെ 2 കൂടെ ഉള്ളൂ. അടുത്തവിടെ കൗണ്ടർ കൂടി നിർത്തറ ബാല പറഞ്ഞാൽ അപ്പറയുന്നുണ്ട്. നിനക്ക് എന്തോത്തിൻ്റെ കാനകളാന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ച് വെച്ചിട്ട് ഈ മുട്ടിന് ഒരു ചെറുതായിട്ടൊരു കുത്തു. ഇതിലെ 2 നക്ഷത്രം ഇതിലെ 2 ഇടിയും മില്ലിന് കിട്ടി. ഈ കുത്താ പിന്നെ ഒറ്റ ടൈമിംഗ് ഉള്ളൂ. ഈ ടൈമിൽ ഞാൻ കയറിയില്ലെങ്കിൽ ബാല പൊളിയും. അവസാനം അടുത്ത ഡയലോഗ് വീഴാൻ വേണ്ടിയിട്ട് അവിടെ കൗണ്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞ പരിപാടി നിർത്തറ എന്ന് പറയുക. ഇവന്മാരെല്ലാം കൂടെ പിടിച്ചു വലിച്ച് 4 വഴിക്ക് എവിടൊക്കെ നക്ഷത്രം കാണാൻ പോകും അവിടൊക്കെ ഫുള്ള്. എനിക്കത് 10 വർഷത്തെ ക്രിസ്മസ് എൻ്റെ ചെവിയിലൂടെ മൂക്കിലൂടെ നാക്കിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. അല്ല, ഇത് ഈ ഓഡിയൻസിന്റെ ഇടയിൽ പോയി ഒളിച്ചിരുന്നിട്ട് നമ്മളൊരു നാട്ടുകാരൻ കയറുന്ന പോലെ കയറാൻ വേണ്ടി നോക്കിയിട്ടാണല്ലോ. ഇത് നമ്മൾ ഈ പറഞ്ഞ സൗണ്ട് എഞ്ചിനീയറിന്റെ അടുത്തോ തൊട്ടടുത്തോ നിൽക്കാതെ ഒരുപാട് ദൂരെയൊക്കെ പെട്ട് അഭിനയിക്കാൻ നിന്ന നാട്ടുകാർ പിടിച്ച് കൈവയ്ക്കും. നാടകം അലമ്പാക്കാൻ വന്ന പ്രൊട്ടക്ട് ചെയ്യും. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. സൗണ്ട് എഞ്ചിനീയർ പറയും നമ്മുടെ കൂടെയുള്ള ആളാന്ന് പറയും. ഇതൊന്നും പറ്റിയില്ല. അപ്പൊ ഈ പുള്ളിക്കാരൻ തൊട്ടടുത്തുണ്ടല്ലേ പുള്ളിക്കാരൻ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അകന്ന് പോയത് കൊണ്ട് പിന്നെ അകത്ത് കയറി ഞാൻ വെല്ലുവിളിച്ചു എല്ലാവരും പാടെ ധൈര്യമുള്ള പാടാ കയറി വന്ന് അടിക്കണം എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് കമ്മിറ്റി പ്രസിഡന്റ്, പ്രിയമുള്ളവരെ, ഇത് പ്രോഗ്രാമിന്റെ ഇടയിൽ നടക്കുന്ന സംഭവമാണ്, നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. ഇത് പരിപാടിക്കിടയിൽ നടക്കുന്ന സംഭവമാണ്, സഹകരിക്കുക. ഓക്കെ, സന്തോഷം. ഇവർ തിരിച്ചുപോയി. പരിപാടി കഴിഞ്ഞപ്പോൾ ഈ ഇടിച്ചോമാരെല്ലാം തിരിച്ചുവിടെ വന്ന് ചേട്ടാ ക്ഷമിക്കണം കേട്ടോ, നമുക്ക് സാരമില്ല, ഒരു ചുക്ക് കാപ്പിയെങ്കിലും കുടിക്കാം. നമ്മൾ നല്ലതാ, കാരണം ഇടിയും ചതവൊക്കെ ഉണ്ടോ മാറാൻ നല്ലതാ ചുക്ക് കാപ്പി. ഞാൻ മാനുമായിട്ട് ചുക്ക് കാപ്പി വന്നു. വളരെ സന്തോഷമാണ്. ഇപ്പോഴും അതിൽപ്പെട്ട 2-3 പേരെ എന്നെ മിക്കപ്പോഴും കാണാറുണ്ട്. എൻ്റെ പരിപാടിയെല്ലാം കണ്ട് ചേട്ടാ കാണാറുണ്ട്. പഴയതൊന്നും മനസ്സ് വെക്കരുത്, ഞാൻ ഒരിക്കലും ഇല്ല. എത്രയോ ട്രൂപ്പുകൾ ചെയ്തു. അന്ന് സ്റ്റേജിലൊക്കെ ഏത് ശബ്ദമാണ് അജയൻ ചേട്ടാ അനുകരിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്? ഞാൻ അന്ന് ഈ ഗായികമാരുടെ സൗണ്ടുകൾ ഏറ്റവും കൂടുതൽ അന്ന് അനുകരിച്ചിട്ടുണ്ടെന്ന്. അതായത് ലീല, ജാനകിയമ്മ, ദിലീമ, കേസൂർ, കമുകർ, അങ്ങനെ ഓൾഡ് ഗാനങ്ങളാണ് കൂടുതലും. കാരണം എന്റെ ട്രബിൾ വോയിസ് ആണ്ടേ, ദാസയുടെ വോയിസ് ഒന്നും എനിക്ക് പറ്റൂല. ചെറിയ ട്രബിളുള്ള എന്തെങ്കിലും 2 ഐറ്റം ഞങ്ങൾക്ക് കാണിച്ചു തരാമോ? നോക്കാല്ലേ? മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനായിരുന്നുവര ആചാര്യരൂപഹരി നാരായണായ നമോ. അജയേട്ടാ, എനിക്ക് തോന്നുന്നു ഏകദേശം 35 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു കലാകാരനാണ്. ഞാൻ തുടക്കത്തിൽ കൊടുത്ത ആമുഖം കുറഞ്ഞു പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു, ക്ഷമിക്കണം. എന്തായാലും നമ്മുടെ ഈ ഫ്ലോറിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് മിയയും രമേശേട്ടൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. ശ്രീ അജയേട്ടൻ ഫ്രം തകഴി, അജയൻ തകഴി. അദ്ദേഹം പറഞ്ഞ ഒരു കഥ നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒന്നാണ്. ഉത്സവപ്പറമ്പിൽ കടലയും ഇഞ്ചിമിഠായിയൊക്കെ വിറ്റ് നടക്കുക. അവിടെ നിന്ന് ഒരു നാടൻ ട്രൂപ്പ് വരാൻ വൈകിയപ്പോൾ നേരെ ആ വേദിയിൽ കയറി പെർഫോം ചെയ്യുക. അവിടെ നിന്നും ഒരു വലിയ കലാകാരനായി വളരുക. ഒരുപാട് സ്റ്റേജുകൾ, അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിലെ എത്ര പ്രശസ്തമായ ട്രൂപ്പുകളുണ്ടോ അത്രയും പ്രശസ്തമായ ട്രൂപ്പുകളുടെ എല്ലാം ഓരോ കാലഘട്ടങ്ങളിലെയും ഓരോ സീസണിലെയും ഷോകളുടെ വലിയ വലിയ വിജയത്തിന് പിന്നിൽ അജയൻ തകഴി എന്ന് പറയുന്ന ഈ കലാകാരന്റെ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം പലതരത്തിൽപ്പെട്ട ബിസിനസ് ഞാൻ പറയുന്നത്, ചിലർ കലാകാരന്മാരായി കഴിഞ്ഞാൽ പിന്നെ മറ്റു പണിക്ക് പോകില്ല, കല കൊണ്ട് തന്നെ എന്നൊക്കെ പറയും. അജയേട്ടൻ കല കൊണ്ട് ജീവിക്കുന്ന സമയത്തും കോവിഡ് വന്നിട്ട്
പെട്ടെന്ന് ഈ വേദികളെല്ലാം ഇല്ലാതായി. പലരും പലതരത്തിൽപ്പെട്ട പരിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയുമ്പോഴും അജയേട്ടനൊരു പരിഭവം പറയാൻ നിന്നില്ല. എനിക്കറിയാം, കോവിഡ് വന്ന സമയത്ത് തണ്ണിമത്തങ്ങ കച്ചവടം സ്വന്തം നാട്ടിലല്ലേ ചെയ്യുന്നത്? സ്വന്തം നാട്ടിൽ തന്നെ. സ്വന്തം നാട്ടിൽ തന്നെ തണ്ണിമത്തങ്ങയുടെ ഒരു റോഡരികിൽ തണ്ണിമത്തങ്ങയുടെ ഒരു കച്ചവടമൊക്കെ ആയിട്ട് അജയേട്ടൻ അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അങ്ങനെ പലരും നമ്മളെ വിട്ടുപോയ പടന്നയിലെ ഏട്ടന് കടയുണ്ടായിരുന്നു. അവസാന കാലം വരുമ്പോൾ അദ്ദേഹം കടയുണ്ടായിരുന്നു. എല്ലാ സിനിമ ചെയ്തപ്പോഴും ആ കട ഇവിടെ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറയാണ്, എനിക്കറിയാം. അതുപോലൊരു വലിയ അങ്ങനെ ഒരു കാര്യത്തിൽ കൂടി എനിക്ക് വലിയ ആദരവുള്ളൊരു കലാകാരനാണ് അജയൻ തകഴി എന്ന് പറയുന്ന ആള്. ഇന്ന് ഇവിടെ എത്തി അദ്ദേഹം ഒരുപാട് പെർഫോമൻസിൽ വീണ്ടും എന്നോട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും കൂടുതൽ പെർഫോം ചെയ്യണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയണം, അല്ല നിങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇത്ര പെർഫോമൻസ് വേണ്ട എന്ന് പറയുന്നു. നമുക്ക് ഒരു ചെറിയ പ്രകടനം കൊണ്ടാണെങ്കിലും നല്ല ചൂടത്തൊരു തണ്ണിമത്തങ്ങം കഴിച്ച സുഖം ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രകടനത്തിന്. ഇവിടെ എത്തിയതിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയുന്നു. ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ്. നമ്മുടെ ഇന്നത്തെ സ്റ്റാൻഡപ്പ് കോമഡിയൻസ് അനിൽ പാപ്പ, സംഗീത് എന്നിവരായിരുന്നു. ഇവരിലെ ബെസ്റ്റ് ആരാന്ന് നോക്കാം. രണ്ടുപേരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, പ്ലീസ്. സംഗീത്, അനിൽ പാപ്പ രണ്ടുപേരാണ് മത്സരിച്ചത്. പലതവണ എപ്പിസോഡുകൾ പറയാറുണ്ട്, ഇവിടെ ഒരു ഒന്നാമനെയും രണ്ടാമനെയും അല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, രണ്ട് ഒന്നാമന്മാരിൽ ആരാണ് കൂടുതൽ മികച്ചു നിൽക്കുന്നത് എന്ന് മാത്രമാണ്. ഇന്ന് ഈ രണ്ട് ഒന്നാമന്മാരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് സംഗീത്. അങ്ങനെ ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0യുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണാം. Until then, goodbye.